ഒരുപാട് പൂക്കളോടെ ഒരു പൈനാപ്പിൾ കൗതുകമാകുന്നു. ഒറ്റനോട്ടത്തിൽ ഒരുപാട് പൂക്കളോടെയാണ് ഒരു പൈനാപ്പിൾ വിരിഞ്ഞിരിക്കുന്നത്. ചെട്ടിപ്പടി കീഴ്ച്ചിറയിലെ ആദിയോഗി യോഗ ഗുരുകുലത്തിലാണ് 2 വർഷം മുമ്പ് നട്ട പൈനാപ്പിൾ ചെടിയിൽ 200-ലധികം മൊട്ടുകളോടെ ഇരുകണ്ണിനും കാഴ്ചയാകുന്ന മധുരമൂറും പൈനാപ്പിൾ വിരിഞ്ഞിരിക്കുന്നത്. പൂക്കളോടെ വളരുന്ന ഒരു പൈനാപ്പിൾ ചെടിയായ മെഡൂസ പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഇനമാണ് കീഴ്ച്ചിറയിലെ യോഗാചാര്യൻ പൈനിങ്ങൽ മനോജിന്റെ ആദിയോഗി യോഗ ഗുരുകുലത്തിൽ കൗതുകമുണർത്തി വളരുന്നത്. മെഡൂസയുടെ പ്രത്യേകത ഒരുമിച്ച് നിരവധി ചെറിയ പൈനാപ്പിൾ ഫലങ്ങൾ വളരുന്നതാണ്. ഈ ചെടി ഒരു പൂങ്കുല ഉണ്ടാക്കുന്നു. അതിൽ ഏകദേശം 200-ലധികം ചെറിയ പൂക്കൾ വിരിയാറുണ്ട്. ഈ ഓരോ പൂക്കളും പിന്നീട് ഒന്നിച്ചു ചേർന്ന് പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന സമുച്ചയ ഫലമായി മാറുന്നു. കാലാവസ്ഥയും ഇനവും അനുസരിച്ച് ഈ ചെടിക്ക് ഫലം കായ്ക്കാൻ സാധാരണയായി 18 മാസം അല്ലെങ്കിൽ അതിലധികം സമയമെടുക്കാറുണ്ട്. ഇത് ഭക്ഷിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ വ്യത്യസ്തവും ശില്പസൗന്ദര്യവുമുള്ള രൂപം കാരണം ഇത് അലങ്കാര ചെടിയായിട്ടാണ് കൂടുതലും വളർത്തപ്പെടുന്നത്. പരാഗണം നടക്കാത്ത ചെടിയിലെ ഓരോ പൂക്കളും ചേർന്ന് ഒരു സംയുക്ത ഫലം രൂപപ്പെടുന്നു. സാധാരണയായി പഴത്തിൻ്റെ മുകളിലുണ്ടാകുന്ന ചെറിയ തളിർ അല്ലെങ്കിൽ വശത്തു നിന്നുണ്ടാകുന്ന കൊമ്പുകൾ ഉപയോഗിച്ചാണ് ഇത് പടരുന്നത്. പതിവിൽ നിന്നും വിപരീതമായി കാണുന്ന ഈ പൈനാപ്പിൾ ചെടി കാണാനും അറിയാനുമായി നിരവധി പേരാണ് യോഗാചാര്യനായ പി മനോജിന്റെ ആദിയോഗി യോഗ ഗുരുകുലത്തിലെത്തുന്നത്. പരപ്പനാടൻ പൾസ്.